ഹലോ. ആ, നീ എവിടെയാ? എന്തായി കല്യാണം വിളിയൊക്കെ? ആ ഉപ്പാ ഞാൻ ദാ അവിടെ ഉണ്ട്. ഞാൻ രണ്ട് മൂന്ന് പേരുടെ വിളിക്കാനുണ്ട്. അത് കഴിഞ്ഞിട്ട് നേരം ഞാൻ ആ, വരാം. അതെ, രണ്ട് മൂന്ന് പേരല്ലേ ഉള്ളൂ. ആ, അത് കഴിഞ്ഞിട്ടേ വീട്ടിലേക്ക് ഒന്ന് പോരെ, ഒന്ന് കാര്യം പറയാനുണ്ട്. എന്തിപ്പാ എന്ത് പറ്റി? കുഴപ്പമൊന്നുമില്ലല്ലോ? കുഴപ്പമൊന്നുമില്ല. നീ ഇങ്ങോട്ട് വായോ, ഒരു സ്ഥലം വരെ പോകാൻ വേണ്ടിട്ടാ. ആ ഉപ്പാ, എന്നാ പിന്നെ ഞാൻ വരുന്നേ. ഇപ്പൊ വരാം. ആ, ശരി എന്നാ. ആ, മാ മോ ആ മോൻ വന്നാ? ആ മോനക്കുള്ള ചായ എടുക്കട്ടെ? ചായ ഒന്നും വേണ്ടമ്മ, ഞാൻ വരുന്ന വഴിക്ക് കുടിച്ചിട്ടാ വന്നു. എന്റെ മോന് ഭയങ്കര ക്ഷീണം പോലുണ്ടല്ലോ. അത് കമ്പനിയിൽ അധികം പണിയുണ്ടായി. എന്താ വെച്ചാൽ തലവേദന എടുത്തിട്ടേ കൂടുതൽ നിൽക്കണ്ട വന്നു. ആ, ശരീരം നോക്കിയിട്ടുള്ള പണിയൊക്കെ മതിയിട്ട മോനെ. പണി പണി പറഞ്ഞ സമയത്തിന് ഭക്ഷണം കഴിക്കാണ്ടും ഇപ്പൊ വരുമ്പോ എന്തെങ്കിലുമൊക്കെ കഴിക്കായിരുന്നില്ലേ? ഒന്നും കഴിക്കൂല. ശരീരം നോക്കായിക്കൊന്നുമില്ലമ്മ. ഉമ്മ അറിഞ്ഞ കാര്യം, മാമാടെ മോളുടെ കല്യാണമാണ് അത്രേ. ആ താഴത്തൊക്കെ വിളിച്ചിട്ടുണ്ട് അവര്. ഞാൻ വരുന്ന വഴിക്ക് അവരെ കാണുകയും ചെയ്തു. ഏത് മാമ? മാമാന്നല്ലേ നീ പറയണേ? ഇത് കേൾക്കുമ്പോ തന്നെ ദേഷ്യ. മാമയാണത്ര. അതൊക്കെ അന്നേ മുറിച്ചിട്ട് മാമ. ഇനി മാമാന്ന് പറയരുത് എനിക്ക്. ഇനി വേറൊരാളാണ്. അങ്ങനെ കണ്ടാ മതി എനിക്ക്. ഷോ, ഉമ്മ എന്താണമ്മ ഇങ്ങനെ? ഒന്നില്ലെങ്കിലും മതിക്കല്ലമ്മ. ഉമ്മ എന്താ അപ്പത്തെ വാശി ഇപ്പോഴും അതേപോലെ തന്നെ പിടിച്ചു വെച്ചിരിക്കുന്നത്? കാലം മാറുന്നതോറും കുറച്ച് വാശിയൊക്കെ ഒന്ന് കുറയ്ക്കുമ്പോ അവര് കല്യാണം വിളിച്ചാൽ നമുക്ക് പോവാ. കല്യാണം വിളിച്ച പോണെന്നാ? നിനക്ക് നാണല്ലേടാ നിനക്ക്? മാമ അതെ, നമ്മളോട് ചെയ്തൊക്കെ നീ മറന്നാ? എന്റെ മോനിക്ക് എന്ത് കുറവ് കണ്ട് അവരെ മോളെ തരില്ല എന്ന് പറഞ്ഞത്? ഇങ്ങോട്ട് തരാനുള്ള യോഗ്യത ഇല്ല അത്ര. നിന്റെ മോനിക്ക് എന്താ യോഗ്യത എന്ന് ചോദിച്ചു. എന്റെ മോനിക്ക് എന്താ യോഗ്യത ഇല്ലേ? അങ്ങനെയുള്ളത് മാമ കല്യാണം വിളിച്ച പോണത്ര. അതേ, ഭർത്താനെ നീ ഇവിടെ പറയണ്ടട്ടാ. പണിയെടുത്ത് ക്ഷീണിച്ച് വന്നിക്കാണ്. ആ, കല്യാണം പറിച്ചത് ഇപ്പൊ അടി കയറൂല അങ്ങോട്ട് കല്യാണം പറയാൻ. എന്തിനാ ഉമ്മ അത്? അതൊക്കെ കഴിഞ്ഞു പോയതല്ലമ്മ. ഉമ്മ പറഞ്ഞതൊക്കെ ശരി തന്നെയാ. എനിക്കിഷ്ടമായിരുന്നു, അവൾക്കും ഇഷ്ടം തന്നെയായിരുന്നു. പക്ഷെ അവർക്ക് അങ്ങനെ ഇല്ലല്ലോ ഉമ്മ, മാമാക്കൊന്നും നമ്മുടെ കുടുംബത്തിലേക്ക് തരാനും അവർക്ക് ഇഷ്ടമല്ല. ഞാൻ അതൊക്കെ അന്നേ വിട്ട കാര്യ. ഉമ്മയാണ് അത് മനസ്സിൽ കൊണ്ടുവച്ചിട്ട് ഇങ്ങനെ വൈരാഗ്യം പോലെ സംസാരിക്കുന്നത്. അത് പോട്ടമ്മ, അതിന് നല്ലൊരു ബന്ധം കിട്ടിയിരിക്കുന്നു. അത് സന്തോഷത്തോടെ ജീവിക്കുകയോ കഴിയുകയോ എന്തോ ചെയ്തോട്ടെ. നിനക്കറിയോ, നീയേ സ്കൂളിൽ പഠിക്കുന്ന സമയം മദ്രസ പഠിക്കുന്ന സമയത്തൊക്കെ ആ കുട്ടി ഇവിടെ വന്നിരിക്കുമ്പോഴേ ആ കുട്ടി വരാണ്ട് നീ സ്കൂളിൽ പോവില്ല. ഉമ്മ അവളെ വരാൻ പറയാ. അങ്ങനെയാണ് സ്കൂളിൽ പോകുമ്പോഴും മദ്രസ പഠിക്കുമ്പോഴും ഒക്കെ ഒരുമിച്ച് പോയി ഒരുമിച്ച് കളിച്ചു വളർന്നത്. അപ്പൊ ഒക്കെ എന്താ പറഞ്ഞെന്നറിയോ? നിന്റെ കോമ എന്ന് പറയുന്ന കോമ. ഇടിയേ, നിന്റെ മോള് വലുതാവുമ്പോ നിന്റെ മോനിക്കന്ന് തരുന്നിട്ടാ. നീ ഇനി ഏത് നോക്കരുത്. ഇത് നിന്റെ മോനിക്കുള്ളതാണെന്ന് അന്ന് പറഞ്ഞതാ. അന്ന് പതിഞ്ഞതാണ് എൻ്റെ മനസ്സിൽ. ഇന്ന് പണവും പത്രാസൊക്കെ വെച്ചപ്പോൾ മോൻ എന്തോ ഗൾഫിൽ പോയി 4 കാശുണ്ടാക്കിയെന്ന് വെച്ചിട്ട് വലിയ വീടും കാര്യങ്ങളും വണ്ടി ഇതൊക്കെ ആയപ്പോൾ നിന്റെ മോനെ കണ്ണീ പിടിക്കില്ല. നിന്റെ മോനിക്ക് തരാൻ നിന്റെ മോനിക്ക് എന്താ യോഗ്യത? അവിടെ എന്താ ഉള്ളത് അല്ലേ? അന്ന് പറഞ്ഞേച്ച് ഇന്നവർ വലിയ ആളായപ്പോഴല്ലേ? അല്ലെ നമ്മളെ പോലെയാണെങ്കിലോ ഇന്ന് എൻ്റെ മോനിക്ക് തരൂ. എൻ്റെ മോൻ എന്തുമാത്രം അഡ്ജസ്റ്റ് പോയി എന്നറിയോ? ആ കുട്ടിക്കും ഉണ്ട് ഇഷ്ടം. ഞാൻ വിളിച്ചാ കുട്ടി ഇങ്ങോട്ട് വരും. വേണ്ട, നാണം കെടുത്തണ്ട. നല്ല രീതിയിൽ ആ കുട്ടി പോയിട്ട് നല്ല കുടുംബത്തിൽ പോയി പടട്ടെ. അതാണ്. അല്ലാണ്ട് നിന്റെ മാമിയും കൂമിയൊന്നും വേണ്ട. അതൊക്കെ മുറിച്ചിട്ടു മോനെ. നീ അന്യ മാമയാണ് കല്യാണം പറയാൻ പോണെന്നൊക്കെ പറഞ്ഞാ ശരിയാവില്ല. ഉമ്മ അങ്ങനെ കൂടുതൽ പറയൊന്നും വേണ്ട. മാമ ഈ വീട് കയറി കല്യാണം പറയാൻ വന്ന എൻ്റെ മനസ്സിൽ പോണം തന്നെയാണ്. ഉമ്മ, ഇതുപോലെ കല്യാണം കാര്യങ്ങൾക്കാണ് എല്ലാ കുടുംബവും ഒത്തുചേരല്. ഇതിലും ഒത്തുചേർന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ പിന്നെ എപ്പോ ഒത്തുചേരലാണ് ഉമ്മ? ഞാൻ പോവാ എന്തായാലും കേട്ടോ. അതെ, ആ കല്യാണത്തിന് പോണ്ടെന്നാ മുറിച്ചിട്ടതാ. നിന്റെ വാക്ക് തെറ്റി നീ പോയാല് നീ കല്യാണത്തിന് പോയി വരുമ്പോ ഈ ഉമ്മ അവിടെ ഉണ്ടാവൂല. അത് നീ മനസ്സിൽ വെച്ചോ. ആ ഉപ്പാ, എന്തപ്പോ വരാൻ പറഞ്ഞു പെട്ടെന്ന് വിളിച്ചിട്ട്? എന്താ ആരെഞ്ഞ് വിളിക്കാണ്ട് കല്യാണോ? നിന്റെ കൂട്ടുകാരന്മാരൊക്കെ കല്യാണം വിളി കഴിഞ്ഞാ? കൂട്ടുകാരന്മാരൊക്കെ വിളിച്ചു കഴിഞ്ഞപ്പാ. ഞാൻ 3 പേരെ മാത്രം വിളിക്കാണ്ടെന്നുള്ളൂ. ബാക്കിയെല്ലാം വിളിച്ചു. ഞാനും വിളിക്കാനില്ല. ആ, നിന്നോട് വേഗം വരാൻ പറഞ്ഞതേ ഒരു കാര്യം പറയാൻ വേണ്ടിട്ടാ. അമ്മായിനൊന്ന് വിളിക്കണ്ടേ? എന്റെ പെങ്ങള് സ്വന്തം പെങ്ങളല്ലേ, വിളിക്കാണ്ടിരിക്കുന്നത് എങ്ങനെയാ? കല്യാണം എന്ന് പറയണത് എപ്പോഴെങ്കിലും വരിക. അത് വിളിക്കാണ്ടിരുന്ന മോശമില്ല. അതിന് നിന്നോട് വരാൻ പറഞ്ഞത്.
പണ്ട് എന്തോ ഉണ്ടായെന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ ഇതിലും കൂടെ വിളിക്കാണ്ടിരുന്ന വൈരാഗ്യം കൂടില്ല ചെയ്യുക. അപ്പം എന്തായാലും അതൊന്ന് പോണം മോനെ. പോകാണ്ടിരുന്നാൽ അത് ശരിയായില്ല. അന്നാണ് പഠിക്കുന്ന കാലത്ത് താത്താൻ്റെ ചോദിച്ചില്ലേ, അപ്പോൾ താത്ത ഇന്നത്തെ കാലത്ത് നല്ല പഠിപ്പും നല്ല ജോലി കിട്ടട്ടെ പറഞ്ഞിട്ട് വരുന്നുള്ളൂ. ആ ഒരു ദേഷ്യം ഉണ്ട്. അപ്പം എന്തായാലും ഈ കല്യാണം എന്തായാലും വിളിക്കണം മോനെ. അമ്മായി എന്നൊക്കെ പറയുമ്പോ അമ്മായി പോയി കഴിഞ്ഞാൽ മുഖം പോലും തരില്ല. ഉപ്പാക്ക് അറിയാവുന്നതല്ല അമ്മായിയുടെ കേസൊക്കെ. ഇതുവരെ കണ്ടിട്ട് ചിരിക്കും പോലും ചെയ്തിട്ടില്ല. അവിടെ എങ്ങനെ കയറി പോയിട്ട് എങ്ങനെ കല്യാണം പറയാ? ആ ഒരു ഇതാണ് അമ്മായിയുടെ സ്വഭാവം ഉപ്പാക്ക് നന്നായിട്ട് അറിയണതല്ലേ. മോനെ അങ്ങനെ പറഞ്ഞാൽ ശരിയാവില്ല. നമ്മൾ ഈ കല്യാണം വിളിക്കാണ്ടിരുന്ന എന്നൊക്കെയും അതൊരു ശാപമായിട്ട് മാറും. എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് തീരെ മിണ്ടാത്ത പോലെയാവും. നമ്മൾ എന്തായാലും ഈ കല്യാണം വിളിച്ചന്നെ ആവണം മോനെ. അവർ വന്നോ വന്നില്ലേ, നമ്മൾ പോയി വിളിക്കേണ്ട കടമ നമ്മൾ ചെയ്യണ്ടേ. അതാ പറയണത്, നമുക്കൊന്ന് പോയിട്ട് വരാറുണ്ട്. അന്ന് പിന്നെ ഉപ്പാടെ ആഗ്രഹം നടക്കട്ടെ. അന്ന് ഉമ്മാടെ ഇഷ്ടം അത് തന്നെയാണ്, അവരെ കല്യാണം വിളിക്കണം തന്നെയാണ്. എന്നാ പിന്നെ ഇത്രത്തോളം ഉപ്പ പറഞ്ഞ സ്ഥിതിക്ക് എനിക്ക് പിന്നെ പറയണത് തന്നെ. ഉപ്പ ഒരു പേടിച്ചിട്ടാണ് ഞാൻ പറയുന്നത്. എന്നാ പിന്നെ ശരിപ്പാ, അന്ന് അങ്ങനെ തന്നെ ആവട്ടെ. എന്നാ പിന്നെ അങ്ങനെ തന്നെ ചെയ്യാം നമുക്ക്. ഇനിയിപ്പോൾ അങ്ങനെ ആകുമ്പോൾ കുഴപ്പമില്ലല്ലോ. നമുക്ക് അമ്മായിനെ എപ്പോഴും വേണ്ടല്ലേ. പിന്നെ കാറ്ററിംഗിന്റെ പരിപാടിയുടെ ഇതൊക്കെ കാര്യങ്ങളൊക്കെ ഏൽപ്പിച്ചാ? അതൊക്കെ ഞാൻ കൊടുത്തിട്ടുണ്ട് ഇപ്പാ. കാറ്ററിംഗ് പരിപാടിയൊക്കെ പുള്ളി ഏൽപ്പിച്ചിട്ടുണ്ട്. എല്ലാം ഏൽപ്പിച്ചിട്ടുണ്ട്. നമ്മളൊന്നും അറിയേണ്ട ഒന്നും ആവശ്യം. അറിയണ്ട. ഞാൻ സമയത്ത് ഓടി കളിക്കാൻ പറ്റണ്ടേ? ഇല്ല എല്ലാം ഏൽപ്പിച്ചിട്ടുണ്ട്. ഉപ്പാ ഒന്നുകൂടെ ആലോചിച്ചിട്ട് പോരെ കല്യാണം വിളിക്കാൻ പോക്ക്. അതെ, എന്തായാലും വിളിക്കണം മോനെ. അമ്മായില്ലേ, കല്യാണ സമയത്തിൽ എല്ലാരും കൂടെ നീ വന്നേ. ഉമ്മാ ഞാൻ പോയിട്ട് വരാട്ടെന്നാ. മോനെ ഇറങ്ങിയാ ചോറെടുത്താ മോനെ? ചോറെടുത്തുമ്മാ. പിന്നെ ഉമ്മ ഞാൻ ഇന്നും കൂടി വരാൻ ലേറ്റ് ആവും കേട്ടാ. അവിടെ പണിയൊന്നും തീർന്നിട്ടില്ലാന്ന് തോന്നുന്നുണ്ട്. ഇന്നലെ മറ്റവനെ വിളിച്ചപ്പോ അങ്ങനെ പറഞ്ഞേ. ചിലപ്പോ ഓവർ ടൈം ഒക്കെ നിൽക്കേണ്ടി വരും. ശരിട്ടെന്നാ മോനെ, നോക്കി പോയിട്ട് വാറ്റാ. ആരത്? മാമയാ? വയോ ഇതെന്തൊന്നും പറയാണ്ട് വന്നേ? വയോ മാമ. ഷെഫീക്ക് സുഖം തന്നെയല്ലേ? ജോലിക്ക് ഇറങ്ങിയാവൂലേ? മാമ ജോലിക്ക് ഇറങ്ങിയതാ. സുഖാണ് മാമ, സുഖാണ്, കുഴപ്പമൊന്നുമില്ല. മാമ വായോ, എന്താ അവിടെ തന്നെ നിക്കുന്നത്? ഇങ്ങോട്ട് വായോ, കയറി വായോ. ഷമീർ വായോ, വായോ മാമ വായോ. മാമ ഇരിക്കി, ഷമീർ ഇരിക്കി, ഇവിടെ ഇരിക്കി. മാമ ഇരിക്കി, ഷമീറ ഇരിക്കി. ഓനെ ചെറുപ്പത്തിൽ കണ്ടതാ. കണ്ടിട്ട് മനസ്സിലായില്ല, വലിയ കുട്ടിയായി. എന്ത് ജോലിയൊക്കെ ഉണ്ടല്ലേ അപ്പൊ? ജോലി ഉണ്ട്, ഒരു കമ്പനിയിൽ ജോലിക്ക് പോകുന്നുണ്ട്. അവിടെ ആണെങ്കിൽ ജോലി ഇത്തിരി കൂടുതലാ, എന്നാലും കുഴപ്പമില്ല, നല്ല കുഴപ്പമില്ലാത്ത സാലറി ഒക്കെ ഉണ്ട്. നേരം വൈകിട്ടുണ്ടാവും പോവാല്ലേ വന്ന കാരണം. അല്ല മോനെ, ഉമ്മ എവിടെ? ഞങ്ങൾ കല്യാണം വിളിക്കാൻ വേണ്ടി വന്നേ. ഉമ്മയൊന്ന് വിളിച്ചേ മോനെ. കല്യാണ വിളി കാര്യങ്ങളൊക്കെ ആയില്ലേ? ഞാൻ അറിഞ്ഞു. ഞാൻ എന്നാളൊരു ദിവസം അതിന് വരുമ്പോ താഴത്ത് ഇങ്ങനെ കല്യാണം വിളിക്കണ്ടായിരുന്നു. ഞാൻ ഒന്ന് ഉമ്മാടുത്ത് പറഞ്ഞോളൂ. ഉമ്മ ഇവിടെ ഉണ്ടാവും, ഞാൻ ഉമ്മാനൊന്ന് വിളിക്കാം ട്ടാ. അവന്റെ മോൻ കാണുമ്പോൾ എനിക്ക് ഭയങ്കര വിഷമമാകും. നിന്റെ അടീന കണ്ടതോ? ഉമ്മാക്ക് തീരെ താല്പര്യമില്ല കൊടുക്കാൻ. എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു കൊടുക്കണം. കൊടുത്തിട്ടുണ്ടെങ്കിൽ മോളിങ്ങനെ നല്ല ഇതിൽ നിന്നായിരുന്നു. അത് സമ്മതിക്കണ്ടേ? എന്നും തല്ലുകൂട്ടല്ലായിരുന്നു. പഠിക്കട്ടെ എന്ന് പറഞ്ഞിട്ട് ഓരോ വിധി എന്ത് ചെയ്യാ. നമ്മളൊന്നും ആഗ്രഹിക്കും, പടച്ചോന് വേറെയാണ് ഇപ്പൊ വിധിക്കുക. വിധിച്ചാലേ നടക്കുള്ളൂ. താത്താക്ക് വിധിച്ചാലപ്പോ അതായിരിക്കും. അതുകൊണ്ടാണ് അത്ര മനസ്സിലാക്കിയാൽ മതി. അർജന്റ് കൂട്ടല്ലേ തരണ്ട്. ഉമ്മ ഇവിടെ കോഴിക്ക് തീറ്റ കൊടുത്തോണ്ടിരിക്കുക. ഇതാ മാമയും ഷമീറും കല്യാണം വിളിക്കാൻ വേണ്ടി വന്നിരിക്കുന്നു. ഉമ്മ അങ്ങോട്ടൊന്ന് വന്നേ. ഏത് മമ്മ കല്യാണം പറയാൻ വന്ന കാര്യം നീ പറയണേ? ഇന്നലെയല്ലേ നമ്മൾ വർത്താനം പറഞ്ഞു വെച്ചത്. നീ എന്താ വിളിച്ചു വരുത്തിച്ച അവരെ കല്യാണം പറയാൻ വായോ എന്ന് പറഞ്ഞിട്ട്? ഞാൻ ആരെയും വെളുത്തി വരിച്ചൊന്നല്ലമ്മ. ഞാൻ ഇന്നലെ പറഞ്ഞല്ലോ ഉമ്മാൻ്റെ അടുത്ത്. ആ താഴത്തൊക്കെ അവർ കല്യാണം വിളിക്കാൻ വേണ്ടി വന്നിട്ടുണ്ടായിരുന്നു. അവര് നമ്മളെ കല്യാണം വിളിക്കാൻ വേണ്ടി വന്നു തന്നെ. ഉമ്മ ദയവ് ഏതൊരു പ്രശ്നം ഉണ്ടാക്കാണ്ട് ഒന്ന് അങ്ങോട്ട് വന്നേ അമ്മൻ്റെ അടുത്തേക്ക്. നീ എവിടെക്കട നീ എന്നെ വിളിക്കണ? ഞാൻ നിന്നോട് 100 വട്ടമില്ലേടാ ഞാൻ പറയണത് തന്നെ. ഏത് മാമ കണ്ടാ നീ കല്യാണം പറയാൻ വന്നിട്ട് പറഞ്ഞിട്ട് എന്നെ വിളിക്കണ്? ഇത് കാലത്തിൻ്റെ ഇടയിൽ ഇന്ന ഒരു പെങ്ങളുള്ളതെന്ന് ഒരു ഓർമ്മ ഉണ്ടായിരുന്നല്ല. എന്നെ കാണിച്ച ഒരു ഇതിന് മാമാനെ കൊണ്ടുപോയിട്ട് നടുവീട്ടിൻ്റെ ഉള്ളിൽ ഇരുത്തിട്ട് സൽക്കരിക്കാനാടാ നീ പറയണത്? നീ കയറ്റി ഇരുത്തിയാ നീ?
കടന്നു പോവാൻ പറയേ. കണ്ടല്ലോ ഞാൻ എങ്ങനെ ആളോട് പ്രതികരിക്കാന്ന് എനിക്കറിയില്ല. നീ ചെന്ന് പറയേ, കല്യാണവും വേണ്ട ഒരു കാതൂത്തും വേണ്ട. നിന്റെ മോനിക്ക് തരാത്തൊരു വീട്ടിലത്തെ ബന്ധം നമുക്ക് വേണ്ട. നാം മുറിച്ചിട്ടു. അത് നാണം മനം വേണം മോനെ നിനക്ക്. അത് നിനക്കില്ല, നിന്റെ ശരീരത്തെ ഇല്ല. കോപം വന്നിക്കണത്ര, കല്യാണം പറയാൻ വന്നിക്കണത്ര. മാറ്റിയാക്കി പോവാൻ പറയേ. എന്റെ കണ്ണിന് വെട്ടത്ത് കാണണ്ട. ഉമ്മ ഒന്ന് പതുക്കെ പറയുമ്മ, അവര് കേക്കണ്ട. വീട്ടിൽ വന്നവരെ ഇങ്ങനെ അപമാനിച്ചു വീടുന്ന പോലെ കാണിക്കല്ലമ്മ. എല്ലാം മറന്നിട്ട് തന്നെയല്ലേ അവര് കല്യാണം വിളിക്കാൻ വന്നത്. ഞാനിപ്പോ എന്താ ചെയ്യണ്ടത്? അവരോട് ഇറങ്ങി പോവാൻ പറയേ. നീ അതന്നെ ചെയ്യേണ്ടത്. മാമ, ഉമ്മാനെ വിളിച്ചപ്പോ ഉമ്മ വന്നില്ല. ഞാൻ എന്ത് ചെയ്യാനാണ് മാമ? ഞാനും കുറെ പറഞ്ഞു നോക്കി. മോനോട് സംസാരിക്കണൊക്കെ ഞങ്ങൾ കേട്ടു. എങ്ങനെയാ അവൾക്ക് വരിക ഞങ്ങളുടെ മുന്നിൽ? ഞങ്ങൾ കാണിച്ചത് അങ്ങനെയല്ലേ. അവൾക്ക് അങ്ങനെ പെട്ടെന്ന് മറക്കാൻ പറ്റുമോ? അത് അങ്ങനെയൊക്കെ തന്നെ മാമ. ഉമ്മാക്ക് ഇപ്പോഴും പഴയ വാശിയും ഇതൊന്നും മാറിയിട്ടില്ല. ഉമ്മാനെ പറഞ്ഞിട്ടും കാര്യമില്ല. ഇതുവരെ ഒന്നും നിങ്ങൾ ഈ വീട്ടിലേക്കൊന്നും കയറിയിട്ടില്ലല്ലോ. ഈ ചവിട്ടുപൊടി ഒന്നും ചവിട്ടിയിട്ടില്ലല്ലോ. അതൊക്കെ ഉമ്മയുടെ മനസ്സിലുണ്ടാവും. ഒന്നില്ലെങ്കിലും മാമാൻ്റെ ഒരേ ഒരു പെങ്ങൾ തന്നെയല്ലേ. ഉമ്മ ഇല്ലാത്ത സ്ഥലത്ത് ഞാനും ഇനി കല്യാണത്തിന് വരുന്നൊന്നുമില്ല. എന്തായാലും മാമ എന്തായാലും പോയിക്കോ. എന്നാ ശരി മോനെ, ഇറങ്ങട്ടെന്നാ. ആ. അപ്പൊ നേരത്തെ വരും. ഉമ്മാനോടൊന്ന് പറഞ്ഞ് മനസ്സിലാക്കിയിട്ടേ ഉമ്മയും മോനും കൂടെ രണ്ടാളും കൂടെ വരും. ഇൻഷാ അല്ലാ. ഇനിയിപ്പോ ഉമ്മയുടെ വാശി എന്തെന്നെ ഉണ്ടായാലും അത് മോനൊന്ന് കാര്യാക്കണ്ട. ഉമ്മ അങ്ങനെ ഉണ്ടാവും. അമ്മ ചെയ്തപ്പോ അങ്ങനെയാണല്ലോ. വാശിയില്ലാണ്ടിരിക്കില്ലേ. എന്നാ ഞങ്ങൾ ഇറങ്ങട്ടെന്നാ. ശരി. ശരി. അല്ല, അവിടെ നിന്നേ. ഇതും കൂടി കൊണ്ട് വെക്കാം. എന്താ നീ കാണിക്കണ്? ഉമ്മ എന്താണ് അതെടുത്തിട്ട് പോവാൻ പറഞ്ഞാ പോവുക. എന്തിനാ ഈ വഴി കൂടെ പോണവരിനൊക്കെ പിടിച്ചിട്ട് ഇരുത്തിക്കണ ഇവിടെ? ഇതെന്താ വീട് ചത്രാണോ വഴി കൂടെ പോണവർക്കൊക്കെ കയറിയിരിക്കാന്? എന്ത് പോകാൻ വെച്ചിട്ട് നിങ്ങള് ഇവിടെ കയറി വന്നിട്ട് നിങ്ങൾ കല്യാണം പറയാനെന്ന് വന്നിക്കണ്? ഓർമ്മയുണ്ടാ ഒരു സമയത്ത് എന്റെ മോനിക്കാണ് നിങ്ങളെ മോളെ എന്ന് പറഞ്ഞിട്ട് എന്തോ നിങ്ങളെ മോൻ ഗൾഫിൽ പോയി 10 റുപ്യ ഉണ്ടാക്കിയപ്പോ ആ ബന്ധം വേണ്ട. ഇന്ന് കേറി വന്നിക്കണം നാണമാനം ഇല്ലാണ്ട്. എന്ത് ഉളുപ്പിൽ ഞങ്ങൾ കയറി വന്നത്? ഇങ്ങോട്ട് ഒരു പെങ്ങളാണ്. എത്ര പെങ്ങളെ? എന്ത് പെങ്ങൾ നിങ്ങൾക്ക്? എത്ര ഉണ്ട്? ഒരെണ്ണം തന്നെ ഉള്ളൂ. ശരി, മോളുടെ കാര്യം പോട്ടെ. ഇത്രയും കാലായി ഒരു ആങ്ങളെ വന്നിക്കണോന്ന് കല്യാണം പറയാന്. അയ്യോ, നാണം മാനല്ല. ഇറങ്ങി പോവാൻ പറയണ. കണ്ണിന് മുന്നിൽ നിൽക്കുമ്പോ എനിക്ക് പഴയതൊക്കെ എനിക്ക് വരും ഓർമ്മയില്. ആളോ ഇറങ്ങി പോവാൻ പറഞ്ഞേ. അല്ലെങ്കിൽ ഇപ്പൊ നാളെ പിടിച്ച് ഇറങ്ങി പോവാൻ പറയേ. വേണ്ട, അതൊക്കെ അന്നേ മുറിച്ചിട്ടതാണ്. ഇനി എന്നിട്ട് ഒട്ടാൻ വന്നിക്കണ്. എത്ര കഷ്ടപ്പാട് പെട്ടിട്ടേ നമ്മൾ ഈ നിലക്ക് എത്തിക്കണെന്നറിയോ? അന്ന് ഈ ആങ്ങളെ എവിടെ പോയായിരുന്നു? ഇപ്പൊ വന്നിക്കണ് പെങ്ങള് പണ്ട് കല്യാണം പറയാന്. നാണമാനല്ലാത്ത. നീ പറഞ്ഞൊരു കാര്യമുണ്ട്. നിന്റെ മേലെ തെറ്റില്ല. ചെയ്തത് ഞങ്ങൾ അങ്ങനെയല്ലേ. ഇത് കല്യാണം കാര്യങ്ങളൊക്കെ വരുമ്പല്ലേ നമ്മളൊക്കെ ഒന്നുകൂടുക. ആ ഒരു വിഷമത്തിൽ ഞാൻ വന്നു നിന്നെ വിളിച്ചു. നീ വരുന്നുള്ള കണക്കൂട്ടില്ലാന്ന് ഞാൻ വിളിച്ചു. നീ ഇപ്പൊ ഇങ്ങനെയൊക്കെ പറയണെങ്കിൽ നിന്റെ മേലെ വിഷമം ഉണ്ട്. ഇല്ലാന്നല്ല ഞാൻ പറയണത്. എന്നാലും ഒരു കല്യാണമൊക്കെ വരുമ്പോൾ എല്ലാവരും ബന്ധുക്കാർ കൂടുന്നത് എല്ലാവർക്കും ഒരു ആഗ്രഹം ഉണ്ടാവില്ലേ. അതാ ഞാൻ വിളിക്കാൻ വന്നത്. നീ എൻ്റെ മനസ്സിൽ ഒക്കെ കളയും. നീ കല്യാണത്തിന് നമുക്ക് ഒന്നുകൂടാം. നീ വാ, മോനെ വിളിച്ചിട്ട് വാ. കല്യാണത്തിന് കൂടിയിട്ട് സന്തോഷത്തോടെ പിരിയാം. ഇനി ഇവിടെ നിങ്ങൾ ഇന്ന് നാളെ മരിച്ചവർ കാണുന്നില്ല. ഇന്ന് കണ്ടവർ നാളെ കാണുന്നില്ല. ആ ലെവലാണ്. നീ എന്നെ പകയായിട്ട് കാണല്ലേ. ഞാൻ അത്രത്തോളം ഇറങ്ങിയിട്ടില്ല ഇപ്പോൾ വന്നിട്ടുള്ളത്. അങ്ങനെയാണെങ്കിൽ എൻ്റെ മോനെ കല്യാണം വേറെ നടത്തി കൊടുക്കുമ്പോൾ നിന്നെ വിളിക്കാണ്ടിരിക്കും. ഓരോ പരിപാടിക്ക് ഞാൻ വിളിച്ചതാണ്. നീ വരാത്തത് ഞാൻ എന്ത് ചെയ്യാനാ? അപ്പോൾ കല്യാണം പറയാൻ വന്നു. ഇങ്ങനെയൊക്കെ വരുമെന്ന് എനിക്കറിയാം. എന്നാലും നീ വാ, മോനെ വിളിച്ചിട്ട് വാ. ഞങ്ങളെ ഇറങ്ങുക. നടക്ക. ശരി എന്നാ വരെ. അതെ, ഒന്ന് നിന്നേ. ഇപ്പൊ പൊയ്ക്കോ. പക്ഷെ വരില്ല എന്ന് പറയില്ല. നാം വരും, ഒരു വരവ് വരും. എന്തിനാണെന്നറിയോ? എൻ്റെ ഭാഗം, എൻ്റെ വീടും കൂടിയാണ്. എൻ്റെ ഭാഗം ചോദിച്ച് നാം വരും. അതെ, ഒരു ഭാഗം അവിടെ വെച്ചോട്ടാ. അതിനൊരു വരവ് നാം വരും. വരാണ്ടിരിക്കില്ല. അതിന് വരും. ഇപ്പൊ പൊയ്ക്കോ.